ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഇസ് ജയൻ സി. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ടോപ്പിക്, നമ്മൾ ഒരു അമിതമായ അളവിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത അളവിൽ കൂടുതൽ നമ്മൾ ഒരു കാര്യത്തിലും സന്തോഷമോ അല്ലെങ്കിൽ ദുഃഖമോ പ്രകടിപ്പിക്കരുത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞാനടക്കമുള്ള എൻ്റെ എല്ലാ പല സുഹൃത്തുക്കളും അതിൽ പലപ്പോഴും അതിൽ നിന്ന് വ്യതിചലിച്ച് അല്ലെങ്കിൽ അത് അത്രമാത്രം ഗൗരവമായി കാണാതെ ചെയ്യുന്ന അറിയാതെ ചെയ്യുന്നതും അറിഞ്ഞു ചെയ്യുന്നതാണ്. ഒരു ചെറിയൊരു സന്തോഷം വന്നാൽ നമ്മൾ വളരെയധികം ആഹ്ലാദിക്കുകയും അതുപോലെ ചെറിയ ദുഃഖം വന്ന് വളരെയധികം വിഷമിച്ച് എല്ലാം തീർന്നു എന്നൊരു മനോഭാവം കാണുന്നുണ്ട്. നമ്മൾ എത്ര വലിയ സന്തോഷമാണെങ്കിലും എത്ര വലിയ ദുഃഖമാണെങ്കിലും അതിന് ഒരു അളവുകോൽ അല്ലെങ്കിൽ ഒരു നിശ്ചിതമായ ഒരു ക്രമം അതിന് വെക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാത്തിനും ഒരു സന്തുലിതമായ അല്ലെങ്കിൽ ഒരു സമപ്രായമായ രീതിയിൽ തന്നെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലാണ് സന്തോഷം കാണേണ്ടത്, അല്ല നമ്മളത് വലിയൊരു ചെറിയ സന്തോഷമോ വലിയൊരു ആഘോഷമാക്കി മാറ്റേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ചെറിയ ദുഃഖം വന്നത് വലിയൊരു സങ്കടക്കടലാക്കി മാറ്റേണ്ട ആവശ്യമോ ഇല്ല. നമ്മൾ എല്ലാത്തിനും പക്വതയോടെ കാണാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഒരു തുടർച്ച ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ സന്തോഷിക്കുന്ന വ്യക്തി അവരുടെ മനസ്സിൽ ആ സന്തോഷം ബാക്കി ഇനി അതിന്റെ തുടർച്ചയായി കാണാനും, ദുഃഖം വരുമ്പോൾ അത് നമ്മുടെ ചെറിയ രീതിയിൽ വിഷമിപ്പിക്കും. മനുഷ്യനാണ്, വിഷമിപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ആ വിഷമത്തിൽ നിന്ന് അതിൽ നിന്ന് ആ സന്തോഷമാക്കി മാറ്റാൻ എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ആ ദുഃഖത്തിൽ ഇരുന്നു കൊണ്ട് വീണ്ടും ദുഃഖത്തിലേക്കുള്ള ആഴങ്ങളിലേക്ക് പോവാതെ അതിൽ നിന്ന് മാറി ട്രാക്ക് മാറി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനെന്താണ് വേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന് നമ്മൾ സഹായിക്കുന്ന പലവിധ വായനകളുണ്ട്, പലവിധ നമുക്ക് തന്നെ നമ്മുടെ ചുറ്റുപാടുകൾ നോക്കി നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവന്റെ വ്യക്തി ജീവിതത്തിലേക്കോ അവന്റെ കാര്യങ്ങളിലേക്കോ അല്ലാതെ നമുക്ക് പറ്റിയ സമൂഹത്തിലേക്ക് നോക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ നോക്കി അതിൽ നിന്നെല്ലാം നമുക്ക് കരകയറാനായിട്ട് സാധിക്കും. എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ പല സുഹൃത്തുക്കളും ഇങ്ങനെ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ സ്വയം അതിനെ മാറ്റാൻ ശ്രമിക്കേണ്ടതാണ്. ആ മാറ്റാനായിട്ട് ഇതൊരു വീഡിയോ എനിക്കൊരു കാരണമായിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ എൻ്റെ വിജയം. ഇതുപോലുള്ള നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ഈ സൈൻ ഓഫ് ജയൻ സി.